ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ ട്രിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ട്രാവൽ അപ്ഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് മലയാളികളുടെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് തായ്ലാൻഡ് എന്ന് പറയുന്നത്. തായ്ലാൻഡിലായിട്ട് നേരത്തെ ഈ ബാച്ചിലേഴ്സ് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ കോവിഡിനൊക്കെ ശേഷം എല്ലാവരും, അതായത് ഫാമിലീസ്, ഹണിമൂൺ ട്രിപ്പുകൾ, അതുപോലെ ഫ്രണ്ട്സ് ട്രിപ്പുകൾ, കമ്പനി ടൂറുകൾ, ഇതെല്ലാം തായ്ലാൻഡിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ തായ്ലാൻഡിലോട്ട് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിങ് ആവാൻ പല കാരണങ്ങളുണ്ട്. അതായത് അതിലൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് വിസ ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വളരെ ബഡ്ജറ്റായിട്ട് നമുക്ക് തായ്ലാൻഡൊക്കെ പോയിട്ട് വരാം മറ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഒക്കെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ പോകുന്നുണ്ട്, ഡയറക്റ്റും അല്ലാതെയൊക്കെ പോകുന്നുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ മലയാളികൾക്കിടയിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ തായ്ലാൻഡിലേക്ക് പാക്കേജ് എടുത്തും അല്ലാതെയും സോളോ ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മെയ് 1 മുതൽ അവർ ആ ഒരു ട്രാവൽ അപ്ഡേറ്റ്സ് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. തായ്ലാൻഡിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാവൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി മുതൽ, അതായത് 1 മെയ് 2025 മുതൽ തായ്ലാൻഡിലേക്ക് പോകുന്ന തായ് പൗരന്മാരല്ലാത്ത എല്ലാ ആളുകളും TDAC എന്ന് പറയുന്ന തായ്ലാൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ അത് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ അറൈവൽ ഡിപ്പാച്ചർ കാർഡ്, അറൈവൽ ഡിപ്പാച്ചർ ഇൻഫർമേഷൻസ്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന പഴയ പേപ്പർ കാർഡിന് പകരം വന്നിരിക്കുന്നതാണ് തായ്ലാൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്നത്. ഇത് അവർ പറയുന്നത് 72 മണിക്കൂർ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇത് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി തായ്ലാൻഡിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇമിഗ്രേഷൻസ് ഒക്കെ ആയാലും സ്മൂത്തായിട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽ വേണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ, അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പാക്കേജ് എടുത്ത് പോകുന്ന ആളുകൾക്കൊക്കെ അവർ പാക്കേജുകാർ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതല്ലാത്ത ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന, അതായത് ഈ ഒരു തായ്ലാൻഡ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടും. അതിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ മിനിമം ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ്, എൻട്രി പോയിന്റ്, അതുപോലെ അക്കോമഡേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളിപ്പോൾ തായ്ലാൻഡിൽ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നത്, അതിൻ്റെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ചിലർ സ്റ്റേ ഉണ്ട്, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അത് ഡീറ്റെയിൽ കൊടുത്താൽ മതി. അതല്ല ഹോട്ടൽസ്, ഹോം സ്റ്റേ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊടുത്താൽ മതി. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അത് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു QR കോഡുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വരുന്നത് ഇമെയിൽ വഴിയാണ്. ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഈ പറയുന്ന ഇമിഗ്രേഷനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയറൻസ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഹെൽത്ത് ഡിക്ലറേഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ വലിയ ഇതില്ല. ഇന്ത്യയിൽ പോയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും. അത് അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അത് ഓപ്ഷൻസ് ആണ്, വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് യാതൊരുവിധ കോസ്റ്റും വരുന്നില്ല. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കയറി എടുക്കാവുന്നതാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഇത് അവിടെ ചെല്ലുന്നതനുസരിച്ച് ഇത് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് മുൻകൂട്ടി 72 മണിക്കൂർ മുന്നേ നിങ്ങളിത് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പാക്കേജ് എടുത്ത് പോകുന്നവർ ഞാൻ പറഞ്ഞ പോലെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ വരുന്നില്ല. അവർ തന്നെ ഈ സാധനങ്ങൾ എടുക്കും. അതല്ലാത്തവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള ഒരുപാട് ട്രാവൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരാം. താങ്ക്